പിന്നെ അത്യാവശ്യം റോൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചില വളഞ്ഞ വഴികളൊക്കെ സിനിമയിലുണ്ട്. അതിനൊന്നും ഞാൻ പോകാറില്ല. വിളിക്കുമ്പോൾ പോവും. അതിന് ചെറിയ റെമ്യൂണറേഷൻ ഒന്നും ചോദിച്ചാൽ അങ്ങനെ ഒന്ന് പോവും. ഇത്രയും മതി. ഇത്രയും കൊണ്ട് എന്നേക്കാൾ കഴിവുള്ള എത്രയോ നടന്മാർ, എത്രയോ വ്യക്തികൾ പുറത്ത് പോയിപ്പോണ്ട്. എനിക്ക് ഇത്രയെങ്കിലും ഈശ്വരൻ തന്നില്ലേ, അത് തന്നെ വലിയൊരു ഗുണമല്ലേ. പക്ഷേ സാറിൻ്റെ ഈ അനായാസമായിട്ട് ഇപ്പോൾ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്ങും ഒക്കെ പലരും ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു അവാർഡിൻ്റെ പരിഗണനയിലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ചെയ്തു വന്ന അതേ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി വേറൊരു കഥാപാത്രത്തിലേക്ക് ക്യാരക്ടർ റോളുകളിലേക്ക് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കാറോ അല്ലെങ്കിൽ ആ ചോദ്യം പ്രൊഡ്യൂസർമാരോട് ഡയറക്ടറോട് ചോദിക്കണ്ടേ? ഇത് ആരോടെങ്കിലും പരിഭവമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിന്ദിയിൽ അല്ല തമിഴിൽ മെയിൻ വില്ലൻ, അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന വിക്രമിൻ്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് കേരളത്തിലെ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ തന്നെ അങ്ങനെ അവർ കണ്ടിട്ടില്ല. അവർക്ക് എന്നെ ചെറിയ കൊച്ചു വേഷങ്ങളിൽ ഇതിന് മെയിൻ വില്ലനായിട്ട് ഞാൻ മോഹചിത്രം ചെയ്തിട്ടുണ്ട്, പിന്നെ തോവാളപ്പൂക്കൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സിനിമകളിലും ഞാൻ മെയിൻ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രീതി അങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പോയിട്ടില്ല.